അപ്പോൾ സാംസങ്ങിൻ്റെ S25 സീരീസ് 2025 ആ ഒരു സീരീസ് ജനുവരി 22 2025 ലോഞ്ചായി. അപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഒരു പബ്ലിക് റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് നല്ല രീതിയിൽ S25 ഇഷ്ടപ്പെട്ടിട്ടില്ല, കുറച്ച് പേർക്ക് കുഴപ്പമില്ല. അപ്പോൾ പോസിറ്റീവ് റിവ്യൂസും ഉണ്ട്, നെഗറ്റീവ് റിവ്യൂസും ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കമൻറ്റുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ് റിവ്യൂ പറയുകയാണെങ്കിൽ അവർക്ക് കുറേ പ്രീ ഓർഡർ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ S25 സീരീസിൻ്റെ ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പ്രീ ഓർഡർ ചെയ്യാൻ പറ്റും. ആ പ്രീ ഓർഡറിൽ ആ ഒരു 512 GB ആ ഒരു വേരിയൻറ്റിൽ നിങ്ങൾക്ക് 256 ആ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്തൊരു പോസിറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം സ്മോളറും അതുപോലെ തന്നെ ലൈറ്ററും ആയെന്നുള്ളൊരു ടേംസിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്, ആ ഒരു ലെവലിലുള്ള ഒരു ഫീഡ്ബാക്ക്. പിന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരു സപ്പോർട്ടിങ് കമ്പനി ആയിട്ട് വരുന്നത് ഐഫോണിൽ 60 Hz ആണല്ലോ, അപ്പോൾ ഈ സാംസങ് S25 കുഴപ്പമില്ല, ഇതൊക്കെ തന്നെ മതി എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ നെഗറ്റീവ് കമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും മിക്കവരും പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു S24 എടുക്കാം, അല്ലെങ്കിൽ S24 Ultra എടുത്തിട്ട് 3-4 വർഷം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ഫോൺ എടുക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയും പറയുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് ആ ഒരു S25 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു ഡിസൈനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പെക്ക് എന്ന് പറയാനൊന്നുമില്ല, സെയിം OPD തന്നെയാണ് നമുക്ക് ആ ഒരു S24 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. പക്ഷേ ക്യാമറയിൽ ചെറിയൊരു അപ്ഗ്രേഡ്, 12 MP ഒരു അൾട്രാ വൈഡ് നമുക്കിവിടെ 50 MP അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, അൾട്രാ വൈഡ് മറ്റേ ഹാർഡ് കോർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കത് യൂസ്ഫുൾ ആവും, അല്ലാത്തവർക്കത് വലിയ യൂസ്ഫുൾ ആവുന്നില്ല. പിന്നെ ആ ഒരു ചിപ്പ് സ്നാപ്ഡ്രാഗൻ്റെ ആ ഒരു 8 Elite ആണ് ഈ ഒരു S25 സീരീസ് മൊത്തം വരുന്നത്. അത് നല്ലൊരു കാര്യമായി, കാരണം കഴിഞ്ഞ വർഷം നമുക്ക് കാണാൻ പറ്റും S24 Ultra'യിൽ മാത്രമേ ആ ഒരു 8 Gen 3 ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള 3 ഡിവൈസസിലും നമുക്ക് ആ ഒരു Exynos 8400 എന്ന് പറഞ്ഞാൽ ആ ഒരു ചിപ്പാണ് വന്നത്. പക്ഷേ ആ ഒരു ചിപ്പ് അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ ഹീറ്റേഴ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എക്സിനോസിൻ്റെ ആ ഒരു പഴയ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും എക്സിനോസ് മടുപ്പാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോഴും മടുപ്പാന്ന് പറയുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു S25 സീരീസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ടാണെന്ന്. എനിക്ക് മെയിനായിട്ടും കാരണം ആ ഒരു ഡിസൈൻ സംഭവമാണ്. അത്യാവശ്യം സ്ലാബ് ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ കോർണറായിട്ടുള്ള ആ ഒരു സൈഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രശ്നമായത് ആ ഒരു തിക്നെസ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ നമുക്ക് ആ കൈയുടെ അറ്റത്ത് കുത്തിരിക്കുന്ന പരിപാടിയായിരുന്നു. ഇപ്പം ഇനി നമ്മൾ കൈയുടെ സൈഡുകളിൽ നമുക്ക് ആ ഒരു നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ക്യാമറ ഡിസൈൻ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫോൾഡ് 6 കണ്ട് ഏകദേശം ആ ഒരു ക്യാമറ റിങ് സെറ്റപ്പൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാമറ പതിവ് പോലെ തന്നെ നീണ്ടിരിക്കുന്നുണ്ട്, അതൊരു അനോയിങ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇവർ മെയിനായിട്ടും ടാക്കിൾ ചെയ്തിട്ടുള്ളൊരു കാര്യം, ആ ഒരു ക്യാമറയിൽ നമുക്ക് ആ ഒരു ഗ്ലാസ്സൊക്കെ അത്യാവശ്യം പ്രൊട്ടക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് അവർ പരസ്യം ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ സ്പെക്ക് കാര്യം നോക്കിക്കഴിയുമ്പോൾ ഡിസ്പ്ലേ അവർ ടോപ്പ് നോച്ച് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റിയിലൊന്നുമില്ല, പഴയ ആ ഒരു അതായത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഡിസ്പ്ലേ ടെക്ക് തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. പക്ഷേ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് അത് അവർ വിഷയം ഒരു ടെക്നോളജി ആയിട്ട് അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ വർക്കും ചെയ്യുന്നുണ്ട്. ഇപ്പം കമ്പാരിസണൊക്കെ നോക്കിയാൽ മനസ്സിലാവും, നല്ല രീതിയിൽ ആ ഒരു റിഫ്ലക്ഷനെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് വെളിച്ചം അടിച്ചാലും നമുക്കത് കാണാനും ഉള്ളൊരു സെറ്റപ്പ് നമുക്ക് ആ ഒരു സാംസങ്ങിൻ്റെ ഡിവൈസ് ലേറ്റസ്റ്റ് ഡിവൈസ് ആയിട്ടുള്ള S24 അത് വന്നത്. ഇപ്പോൾ നമുക്കത് S20 ആ ഒരു അൾട്രയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിഞ്ഞ വർഷത്തെക്കാളും പ്രൈസിങ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ S25 Ultra'യ്ക്ക് 125 പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ലോഞ്ചിങ് സമയത്ത് നമുക്ക് 130 ആ ഒരു റേഞ്ച് വന്നായിരുന്നു. പിന്നെ ഇതിൻ്റെ ആ ഒരു സീരീസിലുള്ള S25 5+ ഒക്കെ നമുക്ക് 80,000 സ്റ്റാർട്ട് ചെയ്യുക. S25 80,000 സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആ ഒരു 2 ഡിവൈസ് നല്ലൊരു ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക്. കാരണം കഴിഞ്ഞ വർഷത്തെ ആ ഒരു S24 പോലെയല്ല. എല്ലാവരും എക്സിനോസ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും സാംസങ് കഴിഞ്ഞ വർഷം എക്സിനോസ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ആ ഒരു S24 4+ലും വർക്കായി. അതിൻ്റെ സംഭവമാണ് ഇപ്പോൾ നമുക്ക് S25 5+ലും നമുക്ക് ആ ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്പ് വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇത്രേ ഉള്ളൂ, സാംസങ്ങിന് പോലും ഇപ്പം കോൺഫിഡൻസ് ആയിട്ടില്ല അവരുടെ ആ ഒരു എക്സിനോസ് ചിപ്പ് ഇറക്കി ആ ഒരു S25 5+ ലോഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എക്സിനോസിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ പുതിയ S25 5+ഉം നല്ലൊരു ഡിവൈസ് ആയിരിക്കും, നിങ്ങൾക്ക് കോമ്പാക്റ്റ് ആയും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസ് ആയിരിക്കും ആ 2 ഡിവൈസ്. ഇനി ഈ ഒരു S25 സീരീസ് ഇപ്പോൾ എടുക്കണം, വലിയൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു വിഷയമാണിത്. ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് നോക്കുന്നുണ്ട്, അത് സാംസങ്ങിൻ്റെ ഒരു നല്ലൊരു ഡിവൈസ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം. S25 Ultra തന്നെ നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു പ്രീ ഓർഡർ ചെയ്തിട്ട്. അത്യാവശ്യം നല്ലൊരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അത് വാല്യൂ ഫോർ മണിയാണ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളൊരു S23 S22
അല്ലെങ്കിൽ S24 സീരീസ് തന്നെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് ഒന്നും നിങ്ങൾക്ക് S25 സീരീസിലേക്ക് വരുമ്പോൾ ഇല്ല. ഓക്കെ, പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു S24 8 Gen 3 തന്നെയാണ് വരുന്നത്. അതിനേക്കാളും പെർഫോമൻസ് ഉണ്ട് ഈ S25 അൾട്രയിൽ. പക്ഷേ വലിയ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ വലിയ ഡിഫറൻസ് നമുക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേന് ഒരു 3-4 വർഷത്തേക്ക് നമുക്ക് ആ ഒരു ഡിവൈസ് മതി. പിന്നെ S23 യൂസേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റിനൊരു വിഷയം വരും അടുത്ത വർഷം, അതായത് 2026 ആകുമ്പോഴേക്കും Android 16 വരും. അതായിരിക്കും S23 സീരീസിലെ ലാസ്റ്റ് അപ്ഡേറ്റ്. 4 വർഷത്തെ അപ്ഗ്രേഡാണ്. അപ്പോൾ S24 സീരീസ് ആണെങ്കിൽ നിങ്ങൾക്ക് Android 21 വരെ അപ്ഡേറ്റ് ഉണ്ട്. 7 വർഷത്തെ അപ്ഗ്രേഡാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇനി ഒരു 6 വർഷം കൂടെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം നൈസായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4-3 വർഷത്തേക്ക് അത് മതി എന്തായാലും. പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്തിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും. ഇനിയിപ്പോൾ നിങ്ങളൊരു S22 സീരീസിനൊക്കെ താഴെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് ഇപ്പോഴത്തെ ഡിവൈസ് എങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ തുടരാം. ഓക്കെ, വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. പിന്നെ AI ഫീച്ചേഴ്സ് അവരുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആ ഒരു ഇവൻറ്റ് നടന്നത് ഫുള്ള് ഒരു പകുതിയോളം AI ഫീച്ചേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു. ജെമിനി വെച്ചിട്ടുള്ള ആ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ആ ഒരു UIയിലുള്ള ആ ഒരു AIനെ പറ്റിയുള്ള പൊക്കിയടിക്കലായിരുന്നു മെയിനായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്. സാംസങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവരുടെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. One UI 7 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ സീനങ്ങ് മാറി. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് കസ്റ്റം സ്കിന്നിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ ഏറ്റവും ടോപ്പ് ലിസ്റ്റിലായിട്ട് എല്ലാവരും വോട്ട് ചെയ്യുക ഈ ഒരു One UI 7 ആണ്. One UI 7 എക്സ്പീരിയൻസ് നമുക്ക് ഗൂഗിൾ പിക്സലിനേക്കാളും അടിപൊളിയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, ഗൂഗിൾ പിക്സൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡിൻ്റേതായിട്ടുള്ള കുറേ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് നമുക്ക് ആദ്യം അതിനകത്താണ് വരിക. സാംസങ്ങിൽ അത് വളരെ സ്ലോ ആയിട്ടാണ് വരിക. അവർക്കൊക്കെ അത് തോന്നിയിട്ട് അതൊരു സമയമാകുമ്പോഴേക്കൊക്കെയാണ് നമുക്ക് ആ ഒരു ഫീച്ചേഴ്സൊക്കെ വരാം. പക്ഷേ എങ്കിലും ഈ പ്രാവശ്യത്തെ One UI 7 എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. S25 5+ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റവും വലുതായിട്ടില്ല. സെയിം S24 ആ ഒരു സെയിം ബോഡി, സെയിം ക്യാമറ സെറ്റപ്പ്, അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്പെക് ചേഞ്ച് അല്ലാതെ വലിയൊരു മാറ്റമൊന്നും നമുക്കില്ല. എല്ലാ പ്രാവശ്യം പോലെ S23 സീരീസ് മുതൽ S25 വരെ നമുക്ക് ആ ഒരു ബേസ് വേരിയൻസ് ആയിട്ടുള്ള S23ലും അതുപോലെ തന്നെ S20+ വേരിയൻസിലൊന്നും വലിയ അപ്ഗ്രേഡ്സ് ഒന്നുമില്ല. ഡിസ്പ്ലേ ആ ഒരു സെയിം ഡിസ്പ്ലേ തന്നെ, സൈസ് കൂട്ടിയിട്ട് വരുന്നുണ്ട്. ക്യാമറ അത് തന്നെ, ബാറ്ററിയിൽ കുറേ വ്യത്യാസം മാത്രം വരും ഈ പ്രാവശ്യം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം മിക്കവാറും എല്ലാ സ്പെക്കും നമുക്ക് ഈ പുതിയ വെർഷനിൽ കാണാൻ പറ്റും. പക്ഷേ ചിപ്പിന് വ്യത്യാസമുണ്ട് SoCയിൽ, അതല്ലാതെ വേറെ ഒരു മാറ്റവും ഇല്ല. പക്ഷേ S24ഉം S24+നെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ S25ഉം 5+ ആയിരിക്കും ഇത്തിരി റിലയബിൾ. അൾട്ര എടുക്കാൻ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് S25 5+ നോക്കാം, അതിനൊന്നും വലിയ വ്യത്യാസമില്ല. പിന്നെ ഇതേ കേസ് തന്നെയാണ് നമ്മൾ അപ്ഗ്രേഡിൻ്റെ കാര്യം പറയുമ്പോൾ. S24ഉം S24+ യൂസ് ചെയ്യുന്നവർ S25ലേക്ക് മാറണമെന്നില്ല, വലിയ നിർബന്ധമുള്ള കാര്യമില്ല, വലിയ അപ്ഗ്രേഡ് നിൽക്കില്ല. ഇതേപോലെ തന്നെ S23ഉം S23+ലും വേണമെങ്കിൽ S22ഉം 2+ ഒക്കെ ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രേ ഉള്ളൂ. വേറെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ചൊന്നും ഇല്ല ഈ പ്രാവശ്യം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിസൈൻ ചേഞ്ച്, അൾട്രയിലുള്ള ആ ഒരു ഡിസൈൻ ചേഞ്ച് ആണ് ഈ പ്രാവശ്യം മെയിനായിട്ടും ഹൈലൈറ്റ് ആയിട്ട് വന്നതും. പിന്നെ One UI 7 ആ ഒരു സംഭവം. ഈ പ്രാവശ്യം One UI 7 വലിയ അപ്ഗ്രേഡൊന്നും ഇല്ലായിരുന്നെങ്കിൽ സാംസങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാ പ്രാവശ്യത്തെ പോലെ ഐഫോണിൻ്റെ ആ ഒരു 16 ഹെഡ്സ് പോലെ തന്നെ ചെറിയ ക്യാമറ ഡിസൈനൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഇറക്കേണ്ടി വന്നു തന്നെ. പിന്നെ സ്ലിമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ സ്ലിം അല്ല, S25 എഡ്ജ് എന്നാണ് ആ ഒരു സ്ലിം ഡിവൈസിനെ സാംസങ് വിളിക്കുന്നത്. ജസ്റ്റ് അവരുടെ ആ ഇവൻ്റ് നടന്ന ശേഷം ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു എക്സിബിഷൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്ലിം ഒന്ന് ജസ്റ്റ് ഷോക്കേസ് ചെയ്തു. അത് ഡെമോ പ്രോഡക്റ്റ് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത് 2 ക്യാമറ സെറ്റപ്പ്, നമ്മൾ ആ ഒരു ലീക്കിൽ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ തിന്നായിട്ടുണ്ട്, അത്യാവശ്യം തിന്നായിട്ടുണ്ട്. അത് തൂക്കിയൊക്കെ ഇട്ടാണ് അവിടെ വെച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് ഇനി എപ്പോൾ വരുമെന്ന് അറിയില്ല. വരുമ്പോൾ തന്നെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.